കെ നിയറസ്റ്റ് നൈബർ അൽഗോരിതം റിഗ്രഷൻ ചെയ്യാൻ നമുക്ക് ഡാറ്റ സെറ്റ് ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം. അവേഴ്സ് ഓഫ് സ്റ്റഡി, പ്രീവിയസ് ഗ്രേഡ്, ക്ലാസിഫിക്കേഷൻ എന്താണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത്? പാസ് ഓർ ഫെയിൽ അല്ലെ? ക്ലാസ് ലേബൽസ് ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്കോർ ആണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഗ്രേഡും അവേഴ്സ് ഓഫ് സ്റ്റഡീനെ ബേസ് ചെയ്ത് എത്ര സ്കോർ ചെയ്തു, ഒരു കണ്ടിന്യൂസ് വാല്യൂസ് ആണ് ഇവിടെ പ്രഡിക്ഷൻ. അപ്പോൾ റിഗ്രഷൻ യൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ കെ നിയറസ്റ്റ് നൈബർ അൽഗോരിതത്തിലെ കെ നൈബർ റിഗ്രഷർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കെ നിയറസ്റ്റ് നൈബർ അൽഗോരിതത്തിൽ നമ്മൾ റിഗ്രഷനും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതമാണ് KNN എന്ന് പറയുന്നത്. 2 ടൈപ്പ് പ്രോബ്ലം ഇതിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തു. ദെൻ നമ്മുടെ ഡാറ്റ ലോഡ് ചെയ്തു. ദെൻ ഡാറ്റേനെ എക്സും വൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ആ ഡാറ്റേനെ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ടെസ്റ്റിംഗ് 20% ആൻഡ് ട്രെയിനിങ് 80%. ദെൻ വൈ ടെസ്റ്റ് നമ്മൾ നോക്കുകയാണ്. വൈ ടെസ്റ്റിൽ നമ്മൾ ഒരു 20% ഔട്ട്പുട്ട് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അതായത് ഒരു 3 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇനീഷ്യലൈസ് ചെയ്യണം? റിഗ്രഷർ ഇനീഷ്യലൈസ് ചെയ്യണം. KNN റിഗ്രഷർ ഈസ് ഈക്വൽ ടു കെ നൈബേഴ്സ് റിഗ്രഷർ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് കെ ഇവിടെ സെറ്റ് ചെയ്യും നമ്മൾ 3 എന്ന്. ഓക്കെ, ഇപ്പൊ കെ ഇവിടെ 3 നമ്മൾ കൊടുത്തു. ദെൻ ട്രെയിൻ ചെയ്യിപ്പിച്ചു. KNN റിഗ്രഷർ ഡോട്ട് ഫിറ്റ് എന്ന കമാൻഡ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇത് ഇപ്പോൾ ട്രെയിൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രെഡിക്റ്റ് എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ആ ഒരു മോഡൽ യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാം. KNN റിഗ്രഷർ ഡോട്ട് പ്രെഡിക്റ്റ് എക്സ് ടെസ്റ്റ് പാസ് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ റൺ ചെയ്തു. ഇനി എന്ത് പ്രഡിക്ഷൻ എന്താണെന്ന് നോക്കാം അല്ലേ? ഇതാണ് പ്രഡിക്ഷൻ വരുന്നത്. 56, 56, 68. ഇവിടെ നമ്മുടെ വൈ ടെസ്റ്റ് എന്തായിരുന്നു? 35, 55, 70 ആണ്. ഏകദേശം ഒരു വാല്യൂ പ്രൊഡിക്റ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് വാല്യൂഷൻ നോക്കാം. മോഡൽ ഇതാണ് നമുക്ക് കിട്ടിയത്. എറർ ഇവിടെ മീൻ സ്ക്വയർഡ് എറർ എന്ന് പറയുന്നത് 158 ആണ്. ഇത് സ്ക്വയർ ചെയ്ത വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. ഇവിടെ വേണ്ട, നമുക്ക് വേറെ സെല്ലിൽ തന്നെ ചെയ്ത് നോക്കാം. നമ്മളിവിടെ മീൻ അബ്സല്യൂട്ട് എറർ ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് വരും. ഇത് നമ്മളൊന്നുകൂടെ റൺ ചെയ്യണം. സെൽ ഓക്കെ, ഇവിടെ ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ ഓക്കെ റൺ ചെയ്തു. ഇപ്പൊ നമുക്ക് ഇത് നോക്കാം. ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണണ്ടേ? MA ഓക്കെ, പ്രിന്റ് ചെയ്താണ്. ഇതാണ് കിട്ടിയത് 8. ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, ഏകദേശം ആവറേജ് ഡിഫറൻസ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്തത്. MA ഇതിനെ ഡബിൾ ചെയ്ത വാല്യൂ ആണ് മീൻ സ്ക്വയർഡ് എറർ എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മളതിനെ പ്ലോട്ട് ചെയ്ത് നോക്കിയിരിക്കുന്നതാണ്. നേരത്തെ ചെയ്തതുപോലെ നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കിയിരിക്കും. ഓക്കെ, പ്രഡിക്ഷനും ട്രെയിനിങ് ഡാറ്റയും.